ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക കൊണ്ടിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ്. ഇടിച്ചക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മുടെ പ്ലാവിലെ ഏറ്റവും ചെറിയ ചക്കയില്ലേ, ആ കുഞ്ഞു ചക്കകളെയാണ് ഇടിച്ചക്ക എന്ന് പറയുന്നത്. അത് കൊണ്ടിട്ടുള്ള ഒരു കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. കണി വയ്ക്കുമ്പോഴൊക്കെ കിട്ടുന്ന കുഞ്ഞു ചക്കയാണിത്. അപ്പോൾ ഇത് നമ്മളിപ്പം 3 കപ്പ് ചക്ക എടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. കുക്കർ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുത്തൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴറ്റണം. ഈ സമയം നമുക്ക് അരയ്ക്കാനുള്ള കൂട്ടുണ്ടാക്കാം. 8 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 പിടി തേങ്ങ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. നമുക്ക് നല്ലപോലെ വെള്ളം ചേർത്ത് അരച്ചിട്ട് വരാം. സവാള ഇത്രയും വഴളുമ്പോഴേക്കും നമുക്കതിലേക്ക് 2 തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ച ചുവ മാറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നല്ലപോലെ വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ അരച്ചത് ചേർക്കാം. ഇനി തേങ്ങയുടെ പച്ചച്ചുവ മുഴുവൻ മാറണം, അതുവരെ വഴറ്റണം. ഇത്രയാവുമ്പോഴേക്കും നമുക്കിനി ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. രണ്ടര കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. നമ്മളിപ്പം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളപ്പിക്കണം. നമുക്കിനി ഇത് അടച്ചു കൊടുക്കാം. 3 വിസിൽ കേൾക്കുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 3 വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ നന്നായിട്ട് വെന്തു. ഇപ്പോൾ ഇതൊക്കെ ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക കറി റെഡി ആയിരിക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കടുക് വറക്കാം. നമ്മൾ കടുക് വറക്കുന്നില്ല. ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിനും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു കറിയാണ്. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്